ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു താളി പാക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളതുമായ ഒരു താളിയാണ് പാടത്താളി. പണ്ടുള്ള ആളുകളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു താളിയാണ് കേട്ടോ. ഇപ്പം അത്രയ്ക്ക് ഫെമിലിയർ അല്ല ഈ താളി. നമ്മുടെ ചെമ്പരത്തി താളി, കുറുന്തോട്ടി താളിയൊക്കെ പോലെ അത്രയ്ക്ക് ഫെമിലിയർ അല്ല. ഈ താളി ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ താരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ കണ്ടീഷണറൊക്കെ ഇട്ട പോലെ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് മാറാനും അതുപോലെ തലയ്ക്ക് നല്ല തണുപ്പൊക്കെ നൽകാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു താളിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിലെ ഓളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഹാർട്ട് ഷേപ്പിലുള്ള ഇല കണ്ടില്ലേ, ഇതാണ് കേട്ടോ പാടത്താളി. ഈ കാണുന്ന പോലെ തന്നെ ചെറിയ തണുപ്പുള്ള പാറകളുടെയൊക്കെ സൈഡിൽ, ചെറിയ തോടുകളുടെയൊക്കെ സൈഡിൽ ധാരാളമായിട്ട് താളി കാണാൻ കഴിയും. നിലത്തൊക്കെ പടർന്ന ഒരു വള്ളിച്ചെടി പോലെ പോകുന്ന ഈ ടൈപ്പ് ചെടി ആയതുകൊണ്ടാണ് പാടത്താളി എന്ന് പറയുന്നത്. താളി പറിക്കുമ്പോൾ അതേ സ്ട്രക്ചറിലുള്ള വേറെയും ഇലകൾ ചിലപ്പോൾ ഉണ്ടാകാം കേട്ടോ. പാടത്താളിയാണെന്ന് അറിയാനായിട്ട് ഒരു കല്ലിൽ ജസ്റ്റ് ഒന്ന് ഉരച്ച് നോക്കിയാൽ മതി, അത് താളിയുടെ രൂപത്തിൽ വരും. ഏറ്റവും കൂടുതൽ നമ്മുടെ തലയ്ക്ക് തണുപ്പ് നൽകുന്ന താളി ഏതാണെന്ന് വെച്ചാൽ അത് പാടത്താളി തന്നെയാണ് കേട്ടോ. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അതുപോലെ നമ്മുടെ തലയിൽ താരം മാറാനും മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനൊക്കെ ഏറ്റവും ബെസ്റ്റ് താളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പാടത്താളി തന്നെയാണ് കേട്ടോ. അപ്പോൾ താളി ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഇല മാത്രമായിട്ടൊന്ന് എടുക്കാം. ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇല മാത്രമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കല്ലിൽ അരച്ചെടുക്കണമെന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇല മാത്രമല്ല, ഇതിൻ്റെ വള്ളിയോട് കൂടി നമുക്കിങ്ങനെ ഉരച്ചെടുക്കാം കേട്ടോ. അങ്ങനെയാണ് പണ്ടുള്ള ആളുകളൊക്കെ താളി ഉണ്ടാക്കുന്നത്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എളുപ്പത്തിന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതെന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ടാവും. അത് ഈ പാറയുടെ പുറത്തൊക്കെ നിൽക്കുന്നതല്ലേ, അപ്പോൾ നന്നായിട്ട് പൊടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇലകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതൊരു പാക്ക് രൂപത്തിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ മുടിയിൽ നിന്ന് കഴുകി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു കോട്ടൺ തുണി വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി മുടി ഒരേ സെക്ഷനായിട്ട് എടുത്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തലയിൽ താരം പോകാനും അതുപോലെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് താളിയാണ് കേട്ടോ. ഇതൊരു നാച്ചുറൽ ഷാമ്പൂ കൂടിയാണ്. നമ്മുടെ തലയിൽ അഴുക്കൊക്കെ നന്നായിട്ട് പോയി മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിടക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു താളിയാണിത്. ഇനി മുടി മൊത്തമായിട്ട് താളി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 മണിക്കൂർ വെച്ചിട്ട് നമുക്കിത് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, അത്യാവശ്യം നല്ല തണുപ്പുള്ള താളിയാണ്. അപ്പോൾ തണുപ്പ് അധികം പറ്റാത്തവരാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.